നമസ്തേ, യോഗ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു ചെറിയ പ്രാക്ടീസ് നിങ്ങളായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് കേട്ടോ. സൂര്യ നമസ്കാരം ചെയ്യുന്നവർക്ക് ഒരുവിധം എല്ലാവർക്കും ഇത് പരിചയം ഉണ്ടായിരിക്കും. എന്നാൽ ഈ ഒരു വേരിയേഷനിൽ നിങ്ങൾ ഭുജംഗാസനയും പർവ്വതാസനയും ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കൂ. അപ്പോൾ അതിൻ്റെ പരിശീലനത്തിലായിട്ട് നമ്മൾ കമഴ്ന്ന് കിടന്നിട്ടുണ്ട്. കൈകൾ രണ്ടും നെഞ്ചിന് വശങ്ങളിൽ കൈപ്പത്തി താഴോട്ടായിട്ട് പതിച്ചു വെക്കുക. കൈമുട്ട് ശരീരത്തോട് ചേർത്ത് വെക്കുക. കാൽവിരലുകൾ പുറകിലോട്ട് ചൂണ്ടിയിടാം, അല്ലാന്നുണ്ടെങ്കിൽ കാൽവിരൽ കുത്തിവെക്കാം. ഓക്കെ, ബിഗിനിങ്ങിൽ ഞാൻ കാൽവിരൽ പുറകിലോട്ട് ചൂണ്ടിയാണ് ഇട്ടിരിക്കുന്നത്. ശ്വാസം എടുത്തുകൊണ്ട് തലമുകളിലേക്ക് ഉയർത്തുക, കോബ്ര പോസ് ഭുജംഗാസന ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ തൈസ് താഴെ ടച്ച് ചെയ്താണ് ഇരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കണം, കാൽവിരൽ കുത്തി കാൽമുട്ട് ഉയർത്തി പർവ്വതാസന ചെയ്തു. ഇത് നിങ്ങൾ സൂര്യ നമസ്കാരം ചെയ്യുന്നവർ ചെയ്യുന്നുണ്ടാവും. ഇനി ചെയ്യുന്നത് ശ്രദ്ധിക്കുക, ശ്വാസം എടുത്തുകൊണ്ട് തലമുകളിലേക്ക് ഉയർത്തുമ്പോൾ കാൽവിരലും കൈപ്പത്തിയിലുമാണ് നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം താങ്ങുന്നത്. ആ രീതിയിലാണ് ചെയ്യുന്നത്. ഇൻഹേൽ ചെയ്ത് തലമുകളിലോട്ട്, എക്സേൽ ചെയ്യുമ്പോൾ പർവ്വതാസനയിലോട്ട് വരിക. ഓക്കെ, അപ്പോൾ ഭുജംഗാസന ചെയ്യുന്നതിലാണ് വ്യത്യാസം. അതിന് ഊർധ്വമുഖ ശ്വാനാസന എന്നും പറയാറുണ്ട്. നമ്മുടെ കൈയുടെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും അപ്പർ ബോഡിയുടെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രാക്ടീസാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. ശ്വാസം എടുത്തുകൊണ്ട് ഭുജംഗാസനയിലേക്ക് വരിക, ഊർധ്വമുഖ ശ്വാനാസന ചെയ്യുക. കൈപ്പത്തിയിലും കാൽവിരലിലുമാണ് നമ്മൾ ആ ഒരു ഊർധ്വമുഖ ശ്വാനാസനയിൽ നിൽക്കുന്നത്. പർവ്വതാസനയിൽ നമ്മൾ ഇൻവേർട്ടഡ് വി അല്ലെങ്കിൽ അധോമുഖ ശ്വാനാസനയിൽ വന്നിട്ട് കാലിൻ്റെ പാദം താഴെ പതിക്കാനായിട്ട് ശ്രമിക്കുന്ന രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാവർക്കും അത് ക്ലിയർ ആണെന്ന് കരുതണു. അങ്ങനെ ഒരു 5 മുതൽ 10 തവണ വെച്ച് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ വെയിറ്റ് ലോസിനും നിങ്ങളുടെ ശരീരത്തിൻ്റെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രാക്ടീസാണ്. നിങ്ങളപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ. എത്ര കൗണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് കമൻറ്റിലൂടെ പറയാനായിട്ട് ട്രൈ ചെയ്യൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശശാങ്കാസനയിൽ റിലാക്സ് ചെയ്യാവുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് റിലാക്സേഷൻ നിങ്ങൾക്ക് ശശാങ്കാസനയിൽ കടന്നുകൊണ്ട് റിലാക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എന്നോട് പറയൂ. അതുപോലുള്ള വേറെ വേരിയേഷൻസുകളും നമ്മളുടെ സ്ട്രെങ്ത്ത്, ഹാൻഡ് സ്ട്രെങ്ത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള പ്രാക്ടീസുകളും എല്ലാം നമ്മൾക്ക് ഓരോന്നായിട്ട് ഓരോ ദിവസവും പരിചയപ്പെടാം. അപ്പോൾ എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് നമസ്തേ.